ഗാന്ധി PSC അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നെടുക്കാൻ പോകുന്ന ഒരു മേഖലയാണ് നമ്മളുടെ മേഖല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിഗ്രി ലെവലിൻ്റെ സിലബസ് അങ്ങനെ നമുക്ക് നോക്കിയിട്ട് സിലബസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് ടോപ്പിക്കാണെന്ന് നമുക്ക് നോക്കണം. കാരണം ഈ സിലബസ് നമുക്കറിയില്ലാതെ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പഴയ സിലബസ് നോക്കുമ്പോൾ അതിനകത്ത് 10 ടോപ്പിക് എടുത്തിട്ടുണ്ട്, 10ന് 10 മാർക്ക് വെച്ച് കാണും. ഇതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും. പക്ഷേ അതിൽ ടോപ്പിക്കുകളെല്ലാം വ്യത്യാസമുണ്ട്. കാരണം പഴയ നമ്മളുടെ ഇതിൽ നോക്കുമ്പോൾ അതിൽ നമ്മളുടെ വേൾഡ് ഹിസ്റ്ററി എന്നൊരു ടോപ്പിക്ക് അതിനകത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാവശ്യം ആ വേൾഡ് ഹിസ്റ്ററി എന്നൊരു ടോപ്പിക്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഓരോ മേഖല ഏത് മേഖല കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കരസ്ഥമാക്കി നമുക്ക് ഈ ഡിഗ്രി ലെവലിൻ്റെ എക്സാം എങ്ങനെ വിൻ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മേഖലയായിട്ട് നമുക്ക് നോക്കണം. അതിനുമ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയാണ്. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ വ്യക്തമായിട്ട് ഇതിൻ്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി. കാരണം ഇപ്പം സൈറ്റുകളൊക്കെ PSC സൈറ്റുകൾക്ക് ഇതിൻ്റെ സിലബസ് ഉണ്ട്. പക്ഷേ എങ്കിലും സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ച് എന്ന് പറഞ്ഞ ഒരു ചാർട്ട് ഒട്ടിച്ച് ഓരോ ദിവസം ഇത്ര മണിക്കൂർ വെച്ച് ഓരോ ടോപ്പിക്കായിട്ട് മാറണം. ഉദാഹരണം നമ്മളുടെ ഹിസ്റ്ററി എന്നൊരു ടോപ്പിക്ക് എടുക്കുകയാണ്. അതിൽ മിഡീവൽ ഇന്ത്യ എന്നൊരു ടോപ്പിക്കുണ്ട്. 1857 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രമുണ്ട്, INC ഉണ്ട്. പിന്നെ നമ്മളുടെ ഈ സ്വതന്ത്രാനന്തര ഭാരതം അങ്ങനെയുള്ള ടോപ്പിക്കുണ്ട്. അതിനകത്ത് നിന്ന് ഒരു 10 മാർക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് പഠിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കുറഞ്ഞത് ഒരു 8 മണിക്കൂർ. കാരണം മെയ് മാസം 22-ാം തീയതി നമ്മളെ പ്രിലിംസിൻ്റെ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ചിലപ്പം മാറിക്കൂടാന്ന് പറയാൻ പറ്റില്ല, എങ്കിലും സാധ്യത നമുക്ക് അത് വെച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാസവും കുറച്ച് ദിവസം കൂടി കിട്ടുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ദിവസം ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് 2 സമയം മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പഠിക്കാനാണ് ഞാൻ പറഞ്ഞ 8 മണിക്കൂർ. അല്ലാതെ നിങ്ങൾ കോച്ചിങ്ങിന് പോകണതും കൂടി കൂട്ടി 8 മണിക്കൂർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ വൈകുന്നേരം വരെയുള്ള ടൈം എടുത്ത് 8 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ടൈം വീട്ടിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ടോ കമ്പയർ സ്റ്റഡിക്കോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് 8 മണിക്കൂർ മാറ്റണം. കാരണം ഇതിനകത്ത് ഓരോ ദിവസം ഓരോ ടൈം അനുസരിച്ച് നമ്മൾ ടോപ്പിക്ക് സെറ്റ് ചെയ്യണം. കാരണം ഇതിനകത്ത് ഒരു ദിവസം തന്നെ ഹിസ്റ്ററി മൊത്തം പഠിച്ചു തീർക്കുന്ന നടക്കില്ല. അതുകൊണ്ട് ഒരു ദിവസം 1 മണിക്കൂർ ഹിസ്റ്ററിക്ക് വേണ്ടി അങ്ങനെ ഒരു മാറ്റുക. അത് ഞാൻ പറഞ്ഞു തരും, ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി എന്ന് പറയുന്നൊരു ടോപ്പിക്ക് സെക്ഷനുണ്ട്, അതിന് വേണ്ടി മാറ്റണം. മലയാളത്തിൽ ഗ്രാമർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, അതിനകത്ത് ചില ടോപ്പിക് ഉണ്ട്. അത് നമുക്കൊരു 10 ദിവസം എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് അത് പഠിച്ച് കയറാൻ പറ്റും. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫി, കേരള ജോഗ്രഫി, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, IT എന്നുള്ള ഫീൽഡാണ് നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് കൊടുത്തിട്ട്. അപ്പോൾ നമുക്ക് ഓരോ മേഖല ബേസ് ചെയ്ത് എത്രത്തോളം നമുക്ക് സ്പെൻഡ് ചെയ്ത് പഠിക്കണം നമുക്ക് നോക്കാം. കാരണം ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയെടുത്തിട്ട് ആ സിലബസ് ബേസ് ചെയ്ത് ഒരു ദിവസം ഇത്ര മണിക്കൂർ ഞാൻ രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എണീറ്റ് 2 മണിക്കൂർ പഠിക്കുക. അപ്പോൾ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ 2 മണിക്കൂറായി. പിന്നെ നമുക്ക് റെഡി ആയിട്ട് ഞങ്ങൾ കോച്ചിങ് സ്ഥാപനങ്ങളിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ കോച്ചിങ്ങിൽ പോയതിന് ശേഷം വീണ്ടും നമ്മൾ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ച വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ ക്ലാസ് ആണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീട്ടിലൊന്ന് 1-2 മണിക്കൂർ റെസ്റ്റ് എടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ 2 മണിക്കൂറിൻ്റെ ഒരു 3 ഷെഡ്യൂളായിട്ട് നമ്മൾ ചെയ്യണം. ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഒരിക്കലും ബോറിംഗ് ഇല്ലാത്ത രീതിയിൽ വേണം ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഈ ഒരു സിലബസ് താണ് എനിക്ക് തോന്നിയിടത്തോളം മാത്സ് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ് മാത്സ്. അതിൽ സംഖ്യാശ്രേണിയുണ്ട്, അനുലോജി എന്നുള്ള ടോപ്പിക്കുണ്ട്, പിന്നെ അടുത്ത് നമ്മൾ ഈ ആൽഫബറ്റ് എന്നൊരു ഇതുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം തുടങ്ങി നമുക്ക് സമയം പെട്ടെന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഇതിൽ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. കാരണം നമുക്ക് ഡിഗ്രി ലെവലിൻ്റെ ഇപ്രാവശ്യം വരുന്ന ഡിഗ്രി ലെവലിൻ്റെ ഏകദേശം 12ഓളം എക്സാംസാണ് നമുക്കിപ്പോൾ മെയ് 22-ാം തീയതി പ്രിലിംസായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ 12 സിലബസിനകത്ത് നിന്ന് നമുക്ക് 12 എക്സാമിന് ഏതൊക്കെ നമുക്ക് കിട്ടണം. ഉദാഹരണം സെക്രട്ടറിയുടെ അസിസ്റ്റൻറ്റ് നമുക്ക് 500-നകത്ത് റാങ്ക് ലിസ്റ്റ് 500 പോലും നമുക്ക് പോകാൻ പറ്റില്ല. 500-നകത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധ്യതയുള്ളൂ. അതുപോലെ കമ്പനി ബോർഡിനകത്ത് നോക്കുമ്പോൾ കമ്പനി ബോർഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് KSFE KSEB കിട്ടിയ വളരെ ബെനിഫിറ്റ്. അതുപോലെ KSRTCയുടെ അങ്ങനെ 2 സെക്ഷനുണ്ട്. പിന്നെ അതുപോലെ ഒരു 12ഓളം എക്സാമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു ഡിഗ്രി വരെ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇതിനകത്ത് നമുക്ക് റാങ്ക് ലിസ്റ്റിനകത്ത് വരണം. അപ്പോൾ ആ ലെവലിലാണ് നമ്മൾ പഠിക്കുക. പറയാൻ കാരണം നമുക്ക് ഇത് കാരണം ഞാനും കുറേ എക്സാമിനൊക്കെ നമ്മൾ ഇതിനകത്ത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയാൻ കാരണം നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഓരോ ആൾക്കാർ പഠിക്കുന്ന അനുസരിച്ചായിരിക്കും ഇതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത്. കാരണം ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ മുതൽ രാത്രി വരെ പഠിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വേറെ ജോലിയില്ലാതെ പഠിത്തം മാത്രമാണ്. അപ്പോൾ അങ്ങനെ പഠിക്കും. പക്ഷേ അതെല്ലാവർക്കും അതിനുള്ള സമയം കിട്ടില്ല. അതിനുവേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മാസം ഞാൻ നോക്കിയെടുത്തുള്ള ഒരു മാസം നമ്മൾ എന്ത് സംഭവിച്ചാലും ശരിയാണ് ഈ ഡിഗ്രി ലെവൽ എക്സാം കിട്ടാൻ വേണ്ടി സിലബസ് ബേസ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ മാറ്റി വെച്ചോ. നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പിച്ച് പറയാണ്, ഇത് ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ നമ്മുടെ സിലബസ് ഓരോ ടോപ്പിക്കായിട്ട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരും. ശ്രദ്ധിച്ചോ, ഞാൻ ഫസ്റ്റ് എഴുതിയിട്ടിരിക്കുന്ന സിലബസ് ഹിസ്റ്ററി എന്നുള്ള സിലബസാണ്. അപ്പോൾ ഹിസ്റ്ററിയുടെ സിലബസിനകത്ത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഉണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററിക്കകത്ത് കൊടുത്തിരിക്കുന്നതാണ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുമ്പോൾ അതിനകത്ത്
നമ്മളുടെ വാസ്കോഡ ഗാമ മുതൽ 1498 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ 1498 മുതൽ 1961 വരെയാണ് നമ്മളുടെ യൂറോപ്യന്മാരുടെ അതിനകത്തുള്ള നമ്മുടെ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ PSC ചോദിക്കാൻ സാധ്യത ഉള്ളത്. വാസ്കോഡ ഗാമ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ പെട്രോ അൾവാറസ് കബ്രലുണ്ട്. അതിനുശേഷം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഗോവ വിമോചനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഗോവ കീഴടക്കിയത് 1510. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ചരിത്രങ്ങൾ ഫുള്ള് നമുക്ക് മാക്സിമം റെഫർ ചെയ്ത് നല്ല രീതിയിലൊരു നോട്ട് തയ്യാറാക്കിയേക്കുക. കാരണം പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ബുക്ക് എടുക്കുക, എഴുതിയെടുത്ത് ഓരോ ടോപ്പിക്കായിട്ട്. കാരണം വാസ്കോഡ ഗാമ യൂറോപ്യന്മാരുടെ ആഗമനം മുതൽ നമ്മുടെ ഈ 1961 ഗോവ വിമോചനം വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എഴുതിയെടുത്ത് വയ്ക്കുക. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുക. ഞാൻ വീണ്ടും പറയാണ്, ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം പഠിച്ചു തീർക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇതൊരു 3 ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചാലേ നമുക്കിത് കൃത്യമായിട്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ചെയ്യേണ്ടത് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. യൂറോപ്യന്മാരുടെ ആഗമനത്തിനകത്തുള്ള ചോദ്യങ്ങൾ പ്രീവിയസ്, കാരണം ഇപ്പോഴത്തെ നമ്മളുടെ 10th പ്രിലിംസിനകത്ത് എല്ലാ ക്വസ്റ്റിനകത്തും യൂറോപ്യന്മാരുടെ ആഗമനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനും സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഒരു ടോപ്പിക്കായിട്ട് തന്നെ സെറ്റ് ചെയ്യുക. ഇനി അടുത്ത് നമ്മുടെ ട്രാവൻകൂർ, ഇപ്പോൾ കഴിഞ്ഞ ഡിഗ്രിയിലുള്ള എക്സാമിന് ട്രാവൻകൂറൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം തിരുവിതാംകൂർ എന്നൊരു ടോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് 12 രാജാക്കന്മാരുണ്ട്. ഈ 12 രാജാക്കന്മാർ മാത്രമല്ല, അവരുടെ ദിവാൻമാരുമുണ്ട്. അപ്പോൾ ആ ദിവാൻമാരുടെ ഉദാഹരണം നമ്മുടെ രാജ കേശവദാസനുണ്ട്, രാമയൻ ദളവയുണ്ട്, ഇനി നമ്മുടെ വേലുത്തമ്മി ദളവയുണ്ട്. ഇങ്ങനെയുള്ള ദിവാൻമാരുടെയും എല്ലാവരുടെയും ഇതുവരെ ഉദാഹരണം ആയില്യം തിരുനാളിൻ്റെ കാലത്ത് സെക്രട്ടേറിയറ്റ് വന്നിട്ട് പണിയെടുപ്പിക്കും തിരുവിതാംകൂർ ദിവാനായിരുന്നു ടി മാധവറാവു. അപ്പോൾ അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 100-200 ക്വസ്റ്റ്യൻസ് കാണാൻ സാധ്യതയുള്ളൂ. ഇത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു ഡിഗ്രിയുടെ ബുക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ PG പഠിക്കുന്ന അതിൻ്റെ ബുക്കുകളിൽ നിന്നോ റെഫർ ചെയ്ത് അതിന് നോട്ട് തയ്യാറാക്കിയിട്ട് കൃത്യമായിട്ട് വെച്ചിട്ട് അതിനെ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് പഠിക്കുക. കാരണം ഇത് 2 ദിവസത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 ദിവസം തുടങ്ങിയാൽ ഫുൾ ടൈം അല്ലേ പറഞ്ഞത്, 1-2 മണിക്കൂർ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ സിലബസ് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. പിന്നെ അനുശേഷം കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ യൂറോപ്യന്മാരുടെ ആഗമനമാണ്. യൂറോപ്യന്മാരുടെ ആഗമനത്തിനകത്ത് നമ്മളുടെ യൂറോപ്യന്മാരുടെ ആഗമനം ഞാൻ പറഞ്ഞു. ഇനി 1956 വരെയുള്ള നമ്മളിങ്ങോട്ടുള്ള ചരിത്രമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് ചരിത്രം എന്നും പറയാം, അതിന് പൊളിറ്റിക്കൽ എന്നും പറയാം. 2 രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചരിത്രം എന്ന് പറയുമ്പോൾ 1956 മുതൽ 2021 വരെയുള്ള ഹിസ്റ്ററി, നമ്മുടെ പൊളിറ്റിക്കൽ ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് 2 പറയാം. അപ്പോൾ നമ്മുടെ EMS നമ്പൂതിരിപ്പാട് മുതൽ നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി വരെയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കണം. ഇതിൻ്റെ ബാക്ക് നോക്കണം. ഉദാഹരണം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസ്, കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, നമ്മളെ മലബാർ കോൺഗ്രസ്, ഇനി മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങൾ, KPCC, ഇങ്ങനെയുള്ള ഒരു ടോപ്പിക്ക് ഇതിനകത്തുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകണം. കാരണം സിസ്റ്റമാറ്റിക്കായിട്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് വളരെ എളുപ്പമാണ്. 56 മുതൽ ഇങ്ങോട്ടുള്ള നമ്മൾ EMSൻ്റെ മന്ത്രിസഭയുടെ 56 മുതൽ 59 ഉണ്ടായിരുന്നു. 26 മാസം കാലാവധി. അങ്ങനെയാണ് അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് എഴുതി. അതിൽ ആദ്യ ഗവർണർ ആരായിരുന്നു, കേരള സംസ്ഥാന രൂപങ്ങളും ആദ്യ ഗവർണർ അല്ലെങ്കിൽ ആക്ടിംഗ് ഗവർണർ ആരായിരുന്നു, ഇങ്ങനെയുള്ളതെല്ലാം വ്യക്തമായിട്ട് പഠിച്ച് തന്നെ പോകണം. കാരണം അത് ഞാൻ പറയാൻ കാരണം നിങ്ങൾ റാങ്ക് ഫെയിൽ ഫോളോ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റാങ്ക് ഫെയിലെല്ലാം ഫോളോ ചെയ്തിരിക്കുന്നത് 2017 അല്ലെങ്കിൽ 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഡിഗ്രിയുടേതോ അല്ലെങ്കിൽ നമ്മളുടെ LDCയുടെ ബേസിലുള്ളതായിരിക്കും റാങ്ക് ഫെയിലുകൾ കൂടുതലും അവർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ റാങ്ക് ഫെയിൽ ഫോളോ ചെയ്യാതെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിനെ പ്രത്യേകിച്ച് നിങ്ങൾ സൈറ്റിൽ കയറി കഴിഞ്ഞതിനകത്ത് കൃത്യമായിട്ട് ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അത് നോക്കുക. പിന്നെ ഈ സമകാലിക പ്രസിദ്ധീകരണങ്ങൾ ഏതെങ്കിലും ഉദാഹരണം തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ ഇങ്ങനെയൊക്കെയുള്ള പ്രസിദ്ധീകരണം. കാരണം അതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസമുള്ള ഓരോ ആഴ്ച വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയും ഫുൾ എക്സ്പ്ലനേഷൻ വിത്താണ് അവർ കൊടുക്കുന്നത്. കാരണം ഞാൻ ആർക്കും പരസ്യം ചെയ്യുന്നതല്ല, ഈ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ജോലി കൃത്യമായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് ഏറ്റവും ആപ്റ്റെന്ന് തോന്നുന്നത് നമ്മൾ റെഫർ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് നമുക്ക് ഞാൻ പറയാൻ കാരണം ഇപ്പോഴത്തെ നമ്മൾ 12th ലെവലിൻ്റെ പ്രിലിംസൊക്കെ കഴിഞ്ഞു. അപ്പോൾ പ്രിലിംസിനകത്ത് തന്നെ കൃത്യമായിട്ട് ചില മേഖല അവർ കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 12th എന്ന് പറയുമ്പോൾ +2 കാരന്മാരൊന്നും കൂടുതൽ പഠിക്കാത്തവരാണ്. കാരണം പോലീസ് പോലത്തെ പരീക്ഷ എഴുതുന്ന ഒരു ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ ഇത് കിട്ടാൻ കണക്കാക്കിയുള്ള രീതിയിലാണ് നമ്മൾ റെഫർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് നോട്ട് തറക്കി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വീണ്ടും ഒരു നല്ലൊരു വേറൊരു ഡിഗ്രിയിലുള്ള എക്സാം വന്നതാണ്. അടുത്ത പ്രാവശ്യം പ്രിലിംസ് വന്നു വീണ്ടും നമുക്ക് അതിനകത്ത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഇത് തന്നെ നോക്കിയത്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് തറക്കി വെച്ച് തന്നെ പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് യൂറോപ്യന്മാരുടെ ആഗമനം, തിരുവിതാംകൂർ, നമ്മളത് 1956 വരെ ഇങ്ങോട്ടുള്ള പൊളിറ്റിക്കൽ ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ടോപ്പിക്കും കൂടി അത് നമ്മുടെ കേരള ബേസ് നോക്കേണ്ടതാണ്. ഇനി അടുത്ത് നമ്മൾ ഇന്ത്യക്കകത്ത് നമ്മൾ വരുന്നതാണ് മിഡീവൽ ഇന്ത്യയാണ്. മിഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് 712 മുതൽ ഇങ്ങോട്ടാണ്. 712 മുതൽ നമ്മൾ ഇങ്ങോട്ടുള്ള ചരിത്രം ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ നമ്മളുടെ ഈ
10th ലെവലിനകത്ത് സിലബസിൽ ഇല്ലാത്തൊരു ചോദ്യമാണ് അതിനകത്ത് കിടന്നത്. ഉദാഹരണം, നമ്മളുടെ ജഹാംഗീറിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ലാഹോർ ഏത് നദിക്കരയിലാണ്? നമുക്ക് ആ സിലബസിനകത്ത് ഇല്ലാത്തൊരു ചോദ്യമായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് ആ 712 പോലും ഇങ്ങോട്ടുള്ള നമ്മളുടെ മുഹമ്മദ് ബിൻ കാസിം, മുഹമ്മദ് ഗസരി, മുഹമ്മദ് ഗോറി, അടിമ ഖിൽജി, തുഗ്ലക്, സെയ്ദ് ലോധി, ഇതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കണം, നല്ലതാണ്. എന്ന് പറയുന്നത് കൂടുതൽ ആഴത്തിലൊന്നും നോക്കണ്ട. അലാവുദ്ദീൻ ഖിൽജിയുടെ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും സാധ്യതയുണ്ട്, കണ്ടാലും ഒരു മാർക്കേ സാധ്യത ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് 1857 മുതൽ 1947 വരെയാണ്. അത് ഈ പ്ലെയിനായിട്ട് പഠിച്ചുകൊണ്ട് പോകരുത്. കഴിഞ്ഞ നമ്മളുടെ ഡിഗ്രി ലെവലിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ സാധാരണ റാങ്ക് ഫൈനകത്ത് പ്ലെയിൻ ക്വസ്റ്റ്യൻസേ കാണുള്ളൂ. അപ്പോൾ പഠിക്കുന്ന ആൾക്കാർ 1857 മുതൽ ഇങ്ങോട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം 10 മാർക്ക് നിസ്സാരം പോലെ കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. കാരണം അതിന് 2 ദിവസം ഞാൻ നോക്കിയെടുത്തോളം ഒരു 2 ദിവസം നിങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫുൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കാരണം PSC ലെവലിലാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കരുത്, PSC ലെവലിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ 1857 മുതൽ 1947 ചരിത്രം. ഇനി അടുത്ത് നമ്മളുടെ സ്വദേശി പ്രസ്ഥാനം തുടങ്ങിയ അറിയായിരിക്കും. 1905 ബംഗാൾ വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് സ്വദേശിയും സ്വരാജ് പ്രസ്ഥാനം രൂപം കൊണ്ടു. അതുമായി ബന്ധപ്പെട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഉദാഹരണം, സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചാരാണ്? അശ്വിനി കുമാർ ദത്ത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ള ഞാൻ പ്ലെയിനായിട്ട് ക്ലാസ്സെല്ലാം എടുക്കുന്നത് സിലബസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. പറയാൻ കാരണം ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുകയാണ്, എന്ത് ചെയ്താലും നമ്മൾ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. കാരണം ബുക്സിലിരിക്കുന്നത് അതുപോലെ നമ്മൾ വായിക്കരുത്, എഴുതിയെടുത്ത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹിസ്റ്ററിയുടെ മാത്രമേ ടോപ്പിക് ആയിട്ടുള്ളൂ. യൂറോപ്യന്മാരുടെ ആഗമനം കേരളത്തിന് ബേസ് ചെയ്ത് തിരുവിതാംകൂർ, ഇനി 1856 ഇങ്ങോട്ടുള്ള ചരിത്രം. ഇനി നമ്മൾ ഇന്ത്യ എടുക്കുമ്പോൾ മിഡീവൽ ഇന്ത്യ, 1857 INC. അടുത്ത INC എന്നൊരു ടോപ്പിക്കാണ്. INCക്കകത്ത് 1885 മുതൽ 1955 വരെയാണ് സാധ്യത കൂടുതൽ. 59 ഇന്ദിരാഗാന്ധി INCയുടെ അധ്യക്ഷം വഹിച്ചിട്ടുണ്ട്, എങ്കിലും 55 ആവടി വരെയാണ് സാധ്യത കൂടുതലും. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് ഞാൻ പറയുന്നത് ഒരുപാട് പഠിക്കാൻ നിന്നെങ്കിൽ മാസങ്ങളെടുത്താലും പഠിച്ചു തരില്ല. INC ഒരു വലിയ ടോപ്പിക്കാണ്. കാരണം അതുമായി ലിങ്ക് ചെയ്ത് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനകത്തുള്ള പ്രക്ഷോഭങ്ങൾ, ഉദാഹരണം ഗാന്ധിജി കോൺഗ്രസ് നൽകിയ 3 സമരമുറകളാണ്: നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ്, അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നോക്കണം. കാരണം പറഞ്ഞാൽ സ്ഥിരം കാണുന്ന ഡീറ്റെയിൽസ് പഠിക്കരുതെന്ന് പറഞ്ഞാൽ വായിക്കേണ്ടെന്ന് പറയാനല്ല, എങ്കിലും കുറച്ചൊരു ഡീപ്പായിട്ട് നിങ്ങൾ റെഫർ ചെയ്യുക. കാരണം കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നതാണ്, ഗാന്ധിജിയെ നമ്മളുടെ ദണ്ഡി മാർച്ചിലേക്ക് ആനയിച്ചത് ആരാണ്? കമലാദേവി ചന്തോപാധ്യായാണ്. അത് അപ്പോഴത്തെ റാങ്ക് ഫയലിലൊന്നും കണ്ടിട്ടുള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, റാങ്ക് ഫയലുകൾ നമുക്ക് കൂടുതൽ ഇതിനകത്ത് നേട്ടം ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അല്ലാതെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് യൂറോപ്യന്മാരുടെ ആഗമനവും തിരുവിതാംകൂറും 1956 അതിനകത്ത് കേരളം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇനി അതിൽ നമ്മളെ ഇന്ത്യക്കകത്ത് മിഡീവൽ ഇന്ത്യയും 1857 INCയും സ്വദേശി പ്രസ്ഥാനമാണ് ഇന്ത്യക്കകത്ത്. ഇനി അടുത്ത് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പ്രാവശ്യം വളരെ രസകരമായ ഒരു സംഭവമാണ് ഇട്ടിട്ടുള്ളത്. അതിനകത്ത് നമ്മുടെ മഹത്തായ വിപ്ലവം 1688 ഗ്ലോറിയസ് റവല്യൂഷൻ എന്നറിയപ്പെടുന്ന മഹത്തായ വിപ്ലവം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തുള്ള ഫ്രഞ്ച് വിപ്ലവം ഉണ്ട്. ഇനി 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധമുണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമുണ്ട്, റഷ്യൻ വിപ്ലവമുണ്ട്, ചൈനീസ് വിപ്ലവമുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഇതിനകത്തുനിന്ന് ചിലപ്പോൾ 4-5 മാർക്ക് വരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776 മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഡീറ്റെയിൽസ് വന്ന വഴികളെല്ലാം പഠിക്കണം. ബോസ്റ്റൺ ടീ പാർട്ടി മുതൽ ഇങ്ങോട്ട് പഠിക്കണം. ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുമ്പോൾ 1789 ജൂലൈ 14 ബാസ്റ്റണിൽ ചെയ്യേണ്ട തകർച്ചയെന്ന് പറഞ്ഞാൽ മാത്രം പഠിക്കരുത്. അതൊക്കെ ഞങ്ങൾ ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം പഠിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ, കാരണം അതിനപ്പുറത്ത് ഒരിക്കലും പറഞ്ഞു. അതിനകത്ത് നെപ്പോളിയൻ ഉണ്ട്. ഇനി അടുത്ത് നമ്മുടെ നെപ്പോളിയനെ പരാജയപ്പെടുത്തി ആർതർ വെല്ലസ്ലി പറഞ്ഞുണ്ട്. ഇനി ടിപ്പു സുൽത്താൻ പറഞ്ഞുണ്ട്. ഇനി റൂസോ, ഓൾട്ടേർ, മോണ്ടസ്കി എന്നുള്ള 3 വ്യക്തികൾ പറഞ്ഞുണ്ട്. ഇനി അതുപോലെ ലൂയി 14, 15, 16 ഇതെല്ലാം പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരിക്കലും കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ എഴുതിയെടുത്ത് പഠിക്കുക. അതുപോലെ ഇനി അടുത്ത് നമ്മൾ ചൈനീസ് വിപ്ലവം എന്ന് പറയുമ്പോൾ അതിനകത്ത് 1911 ചൈന റിപ്പബ്ലിക് വർഷം 1912, ചൈന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറിയത് 1949. അതുപോലെ സന്യാസനും മാവോ സേത്തുങ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും, ഇനി ചൈനയുടെ ഫസ്റ്റ് പ്രസിഡൻറ്റ്, അതിനുള്ള നമ്മൾ ഈ പഞ്ചശീല തത്വങ്ങളുടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസും കൂടി ഇതിനോട് ഇൻക്ലൂഡ് ചെയ്ത് പോകുക. കാരണം ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കണമെന്ന് പുറത്തുനിന്ന് വരാത്ത രീതിയിൽ നമ്മൾ PSC ചോദ്യകർത്താവിൻ്റെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഹിസ്റ്ററിയുടെ ടോപ്പിക് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് യൂറോപ്യന്മാരുടെ ആഗമനം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വാസ്കോ ഡ ഗാമ കോഴിക്കോട് വന്നിറങ്ങിയ കാപ്പാട് പഞ്ചായത്ത്, അതുപോലെ ഇങ്ങോട്ടുള്ള എല്ലാ പോർച്ചുഗൽ ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വന്നു. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞത് പ്ലെയിനാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം, തിരുവിതാംകൂർ, ഇനി നമ്മൾ 1956, ഇനി അടുത്തത് ഇന്ത്യക്കകത്ത് മിഡീവൽ ഇന്ത്യ, 1857 INC,
പിന്നെ നമ്മളെ സ്വദേശി പ്രസ്ഥാനം. ഇനി വേൾഡ് ഹിസ്റ്ററിക്കകത്ത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള വിപ്ലവങ്ങളെല്ലാം ഞാൻ ക്ലാസ് ഇടും. പക്ഷേ എങ്കിലും നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ റെഫർ ചെയ്യുക, പഠിക്കുക. ഇനി നമുക്ക് അടുത്ത മേഖലയാണ് നമ്മളുടെ ജോഗ്രഫി എന്നൊരു മേഖലയാണ്. ജോഗ്രഫിക്കകത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും, ജോഗ്രഫി എന്നുള്ള വലിയൊരു കടൽ പോലത്തെ ഒരു മേഖലയാണ്. ജോഗ്രഫിക്കകത്ത് ഇന്ത്യയുണ്ട്, ലോകമുണ്ട്, വേൾഡുണ്ട്. കേരളമുണ്ട്. ഇന്ത്യ, ലോകം, കേരളം. ഈ മൂന്നെണ്ണം നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിൻ്റെയും പിന്നിൽ ജോഗ്രഫിയാണ്. എന്ത് നോക്കിയാലും ജോഗ്രഫിയാണ്. ഇതിനകത്ത് വേൾഡ് ജോഗ്രഫി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ വാട്ടർഫാൾസ്, വെള്ളച്ചാട്ടങ്ങൾ കാണും. ഇനി നദീതീര പട്ടണങ്ങൾ കാണും. വെള്ളച്ചാട്ടം കാണും, നദീതീര പട്ടണങ്ങൾ കാണും. ഇനി അതുപോലെ നമ്മളുടെ ഒരു നദി ഏത് രാജ്യത്തിലൂടെ ഒഴുകുന്നതെന്നുള്ള പരീക്ഷയ്ക്ക് ചോദിക്കുക. അതെല്ലാം ജോഗ്രഫിയാണ്. ഇനി അതിൽ നമ്മളുടെ ജോഗ്രഫിക്കകത്ത് വരുന്നതാണ് ഈ നമ്മളെ മരുഭൂമി. അതുവാണെങ്കിൽ പരീക്ഷിക്കാൻ ചോദിക്കാം, മരുഭൂമി ചോദിക്കാം. ഇനി ചിലപ്പോൾ നമ്മുടെ ഈ ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇനി ഇക്വേറ്റർ, ഭൂമധ്യരേഖ ബേസ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ളത് വേൾഡ് ബേസ് എന്നുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം അതുപോലെ നമ്മൾ ജോഗ്രഫിയും ആസ്ട്രോണമിയായിട്ട് ചില റിലേഷനുണ്ട്. ആ റിലേഷനൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് പഠിച്ചോണം. പറയാൻ കാരണം ഇത് അങ്ങനെ നമ്മൾ ആ സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഡൗട്ടില്ലാതെ തന്നെ ഈ ജോഗ്രഫി എന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് പുറത്തരും. ഞാനതാണ് പറയുന്നത്, വീണ്ടും പറയാണ്, എഴുതിയെടുക്കുന്നത് ഒരു മെയിൻ നല്ലൊരു ക്യാരക്ടറാക്കിക്കൊള്ളണം. ഈ നമ്മുടെ വേൾഡ് ജോഗ്രഫി പഠിക്കുമ്പോൾ ബേസ് പോലുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് ഫുൾ പഠിക്കുക. മരുഭൂമിയിൽ ആദ്യം രൂപപ്പെട്ട മരുഭൂമി, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പഠിക്കുക. മണ്ണിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ പഠിക്കണം. പരീക്ഷയ്ക്ക് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനകത്തും ഒരു മണ്ണിൻ്റെ ചോദ്യം കാണും. അതുപോലെ മഴ ബേസ് അങ്ങനെയുള്ള കാണും, കാറ്റ് കാണും, അതിൽ കാൾ ബേസാക്കി എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അടുത്ത കാലത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ നോക്കുക. അതിൽ ധാരാതിലതേ ഭൂപടം, ഇപ്പോൾ ഭൂപടത്തിനകത്ത് തന്നെ വരുമ്പോൾ ഭൂപടത്തിന് ഓരോന്നിൻ്റെ ഓരോ നിറമുണ്ട്. റോഡിൻ്റെ നിറം ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള നിറം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിനകത്ത് കൃത്യമായിട്ട് നോക്കുക വേണം. നമ്മൾ ഒരു ഡിഗ്രി ലെവൽ എക്സാം നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നൊരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്വന്തമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളത് അറിയണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത്, നമുക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാം നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും നമ്മളെ PSC നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷയായിരുന്നു നമ്മുടെ KS പരീക്ഷ. അതിനകത്തൊരു 70ഓളം പേരുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം അതും അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുള്ളവർക്ക് സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്നത് പോലെ ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ടോപ്പിക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുക. ടോപ്പിക്ക് സെറ്റ് ചെയ്ത് ഇനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇനി ഒരാഴ്ച ഇരുന്ന് ഫുള്ള് ടോപ്പിക്ക് എഴുതിക്കൊണ്ടിരിക്കരുത്. ഇതിന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എവിടെയെങ്കിലും പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻ്റർ എടുത്തൊന്ന് ചോറിൽ ഇരിക്കുന്നിടത്ത് ഒട്ടിക്കുക. ഓർഡറായിട്ട് എനിക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ, ഞാൻ നേരത്തെ 8 മണിക്കൂർ പഠിക്കാനായിട്ട് മാറ്റിയിട്ടുള്ളതിൽ ഒരു ദിവസം എത്ര മണിക്കൂറാണ് എൻ്റെ ടോപ്പിക്ക്. ഇങ്ങനെ സിസ്റ്റം വെച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി, ഇത് സുഖമായിട്ട് നടക്കും. അപ്പോൾ ജോഗ്രഫിക്കകത്ത് ഞാൻ പറയും, വേൾഡ് ജോഗ്രഫിക്കകത്ത് ഡീറ്റെയിൽ എല്ലാം നോക്കി. അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി എടുക്കുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിവേഴ്സാണ്. റിവേഴ്സിനകത്ത് തുടങ്ങിയാൽ നമ്മുടെ നദികൾ നമുക്ക് 2-3 തിരിക്കുന്നുണ്ട്. പല ബുക്സുകളും പല രീതിയിൽ കൊടുക്കും. നമ്മൾ അങ്ങനെ തിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതിനകത്ത് ഇന്ത്യക്കകത്തുള്ള സകല നദികളും പഠിച്ചിരിക്കണം. കാരണം അതിൻ്റെ പോഷക നദികൾ അത് എവിടെയാണ് പതനസ്ഥാനം. ഉദാഹരണം, കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ഉണ്ട്, അത് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ്, അല്ലെങ്കിൽ ഗംഗയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരാണ്. ഗംഗയുടെ പതനസ്ഥാനം എവിടെയാണ്, ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം എവിടെയാണ്. പഠിക്കുമ്പോൾ ബ്രഹ്മപുത്ര തുടങ്ങുന്ന അതുമുതൽ അതെവിടെയാണ് പതിക്കുന്നത് അത്രയും വരെ അതിൻ്റെ ഫുൾ ലെങ്ത്, അതിൽ ഇന്ത്യയിൽ എത്ര ലെങ്ത് ഉണ്ട്, അതിനെ പല സ്റ്റേറ്റിൽ അറിയപ്പെടുന്ന പേര്, ഇനി അതുപോലെ അതിനെ ഒറിജിൻ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര്, ഇനി അതുപോലെ ഗംഗ എടുക്കുമ്പോൾ ഗംഗ ഏതൊക്കെ സ്റ്റേറ്റിലോട്ട് ഒഴുകുന്നു, ഇനി ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ സിന്ധു പഠിക്കുമ്പോൾ സിന്ധുവിനകത്തുള്ള സിന്ധുവിൻ്റെ വലിയ നദി, സിന്ധുവിൻ്റെ ചെറിയ നദി, പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി, അതിന് ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ നോക്കിയെടുത്തോളം ഈ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് പറഞ്ഞ 10ാം ക്ലാസ് നമ്മൾ 10th ലെവലിൻ്റെ മെയിൻ പരീക്ഷ എഴുതാം, +2ൻ്റെ മെയിൻ പരീക്ഷ എഴുതാം, ഡിഗ്രിയുടെ മെയിൻ പരീക്ഷയ്ക്ക്. ഇത്രയും ഈ സിലബസിനകത്തുനിന്ന് വരുന്നതെല്ലാം ആ പരീക്ഷയ്ക്ക് ഇത് തന്നെയായിരിക്കും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഡിഗ്രി പരീക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ടത്. കാരണം പഠിത്തം തന്നെയാണ് ഞാൻ നോക്കിയെടുത്തോളം പഠിക്കുന്നത് പോലെ സുഖകരമായ ഒരു കാലഘട്ടം വേറൊരു കാലഘട്ടമില്ല. കാരണം ഒന്ന് മനസ്സുണ്ടെങ്കിൽ സുഖമായിട്ട് നല്ല രീതിയിൽ പഠിച്ച നല്ലൊരു ജോലിയും നമുക്ക് കരസ്ഥമാക്കാം. അപ്പം ഇന്ത്യ, ലോകം, കേരളം, ഇതിൻ്റെ കേരളത്തിനകത്തും ജോഗ്രഫിക്കലായിട്ടുള്ള ഒരുപാട് കുട്ടനാട്ടിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, കൊച്ചിയെക്കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ പട്ടണം എന്ന ഉദ്ഘാടനം നടത്തിയത് ഏത് ജില്ലയിലാണ്? ഇപ്പോൾ എറണാകുളം ജില്ലയാണ്. അങ്ങനെ ഇതിനകത്ത് അതുപോലെ നദീതീരം, ഇവിടെ ആലുവ ഏത് നദിയുടെ തീരത്താണ്, അല്ലെങ്കിൽ പെരിയാറിനെ കുറിച്ച് ചോദിക്കാം, ഭാരതപ്പുഴയെക്കുറിച്ച് ചോദിക്കാം. 44 നദിയുണ്ട്. ഈ ജോഗ്രഫിക്കകത്ത് വരുന്നതാണ് നാഷണൽ പാർക്കുകളുണ്ട്, വന്യജീവി സങ്കേതങ്ങളുണ്ട്, ബേർഡ് സാഞ്ചുറീസ് ഉണ്ട്, ഇനി എന്നാൽ നമ്മളെ റിസർവ് വനങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വനങ്ങൾ, ഇതെല്ലാം വന നിയമം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ലോജിക്കായിട്ട് എഴുതി പോകുക. അപ്പോൾ ആ ടോപ്പിക്ക്, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് 2 ടോപ്പിക്കാണ്, ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ്. ഹിസ്റ്ററിയും ജോഗ്രഫിയും കഴിഞ്ഞ് നമുക്ക് അടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കാണ് എക്കണോമിക്സ് എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ എക്കണോമിക്സിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്കണോമിക്സിനകത്ത് നമ്മൾ ബേസ്
എക്കണോമിക്സിൻ്റെ പിതാവാരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ലൈസസ് ഫെയർ എന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആരാണ്? ഇനി അടുത്ത് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയാണ് നമ്മളെ നീതി ആയോഗാണ്. ഇപ്പോഴത്തെ കൂടുതൽ ട്രെൻഡ് ഈ ചോദ്യമാണ്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ആസൂത്രണ കമ്മീഷൻ്റെ ബാക്കിൽ നിന്നിറങ്ങിയ പിന്നിൽ വന്നവനാണ് നീതി ആയോഗാണ്. അപ്പോൾ 2015 ജനുവരി 1 മുതൽ നീതി ആയോഗ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ആദ്യ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ, ആദ്യ വൈസ് ചെയർമാൻ, ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ, ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ട് പഠിക്കണം. അപ്പം അതിനകത്തുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. ഇനി അതുപോലെ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ പ്രോജക്റ്റുകൾ, ഇപ്പോൾ ഖേലോ ഇന്ത്യ, ഇനി അതിൽ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ഇങ്ങനെയുള്ള പദ്ധതികളെല്ലാം പഠിക്കണം. കാരണം ഒന്ന് വായിച്ചു വെച്ച സുഖാൻ്റത് ഏത് വർഷം എന്നുള്ള ഇപ്പോൾ 2014 പ്രോജക്റ്റുകളെല്ലാം ലോഞ്ച് ചെയ്യണത്. അപ്പോൾ 2014 2021 വർഷം ബേസ് ചെയ്ത് ഓരോ പ്രോജക്റ്റുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനകത്തുനിന്ന് ചോദ്യങ്ങൾ സാധ്യതയാണ്. അതുപോലെ 5 ഇയർ പ്ലാൻസ് 2017 സ്റ്റാർട്ട് ചെയ്യണത് 1951. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ 12 5 ഇയർ പ്ലാനും അതിൻ്റെ എന്താണ് ലക്ഷ്യം, അതാണ് ആദ്യം പഠിക്കേണ്ടത്. എന്താണ് ലക്ഷ്യം? ഓരോ ഇപ്പോൾ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയാണ് KN രാജാണ്. അത് ഏത് മേഖലവർക്ക് ഹരോൾഡ് ഡോമർ മാതൃക. ഇതുപോലെ ഓരോ 5 ഇയർ പ്ലാനും ചിലതിനൊക്കെ ഓരോ മാതൃക കൊടുത്തിട്ടുണ്ട്. ആ മാതൃകയിനകത്ത് ഉദാഹരണം UGC രൂപം കൊണ്ടത് ഏത് 5 ഇയർ പ്ലാനിലായിരുന്നു, അത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇതിനകത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞു വരുന്നത് 10th ലെവലിൻ്റെയും +2 ലെവലിൻ്റെയും മെയിൻ എഴുതുമ്പോൾ നമുക്ക് ഈ സിലബസിനകത്ത് നിന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിച്ച സിലബസിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 100% നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടണം. അപ്പോൾ അതിന് കണക്കാക്കിയാണ് നിങ്ങൾ ഈ സിലബസ് സെറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് ആ ഒരു ലെവലിൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. കാരണം ഓരോ മേഖല നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ എല്ലാ ലെവലും ചിലവർ തറ മുതൽ ആകാശം അപ്പെക്സ് വരെയുള്ള ഫുൾ മേഖലയും നിങ്ങൾ ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ 2 ടോപ്പിക്കാണ്, ജോഗ്രഫിയും ഹിസ്റ്ററിയുമായി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ എക്കണോമിക്സാണ്. എക്കണോമിക്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ആസൂത്രണം മുതൽ ഇങ്ങോട്ടുള്ള 5 ഇയർ പ്ലാൻസ്. ഇനി അതുപോലെ നമ്മളെ സ്റ്റീൽ പ്ലാന്റുകൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഇരുമ്പുരുക്ക് ശാലകളാണ് സ്റ്റീൽ പ്ലാന്റ്. ഇനി അതുപോലെ നമ്മൾ ചണ വ്യവസായം ആരംഭിച്ച് ഇങ്ങനെ വ്യവസായങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇനി അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഇപ്പോൾ നേപ്പ നഗര എസ്റ്റേറ്റാണ്. ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ എക്കണോമിക്സിനകത്ത് വരുന്നതാണ്. അതുപോലെ നമ്മളുടെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മളുടെ സെബിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. അപ്പോൾ ഇത് എക്കണോമിക്സിനകത്ത് നിന്ന് നമുക്കൊരു 4-5 മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ചിലപ്പോൾ 10 മാർക്ക് ഒരു ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൂടുതൽ നമ്മൾ ഈ ചോദിക്കുന്ന ടോപ്പിക്ക് ആവശ്യമില്ലാതെ നമ്മൾ സെബി എടുത്തിട്ട് ഉള്ള ഈ നമ്മൾ പഠിക്കുന്നത് എല്ലാത്തിൻ്റെ ആവശ്യമില്ലാത്ത ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ പേരൊന്നും എടുത്ത് പഠിക്കേണ്ട. കാരണം നമ്മളിത് സെബിയുടെ എക്സാം അല്ല നടക്കുന്നത്, PSC എക്സാമാണ്. PSCയുടെ ഒരു വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ പ്രിലിംസ് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്നെ വിളിച്ച് ചോദിച്ചതാണ്, സാറേ ഈ നമ്മളെ പ്രിലിംസിന് പോലീസ് ബേസ് എന്തെങ്കിലും കാണുമെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും പോലീസ് ബേസ് ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് കാണില്ല. അതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഒരു PSC എക്സാമാണ്. മുൻകാല ചോദ്യങ്ങൾ ആധാരമാക്കി തന്നെയാണ് ഈ ചോദ്യകർത്താക്കൾ ചോദ്യങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ അത് നമ്മളെ മനസ്സിൽ കൃത്യമായിട്ട് വേണം. അപ്പോൾ അതിനെ ബേസ്ഡാണ് നമുക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്കിൽ നമുക്ക് അതിനകത്ത് ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ 3 ടോപ്പിക്കാണ്, ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സുമാണ്. അടുത്ത് ഞാൻ കൊടുത്തിരിക്കുന്നതാണ് നമ്മളുടെ കറണ്ട് അഫേഴ്സിനകത്താണ്. കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ഇതേ സിസ്റ്റം തന്നെ പഠിക്കുക. നിങ്ങൾ ഇന്ത്യ, ലോകം, കേരളം, അവാർഡ് എന്നൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഉദാഹരണം അവാർഡ് പഠിക്കുകയാണ്. നൊബേൽ പ്രൈസാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലുതായിട്ട് കാണണം. പക്ഷേ സമ്മാന തുകയൊക്കെ വേറെ പ്രൈസ് ഉണ്ട്. ടെമ്പിൾട്ടൺ ആണ് 11 കോടി രൂപയുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ നൊബേൽ പ്രൈസ് പോലെ നൊബേൽ പ്രൈസ് പഠിക്കുന്ന പണ്ടെന്ന് പറഞ്ഞാൽ 5 വർഷം മുമ്പേ പഠിക്കുന്ന ആൾക്കാർ പഠിക്കുന്നത് അതിൽ ഒറ്റയ്ക്ക് കിട്ടുന്ന ആളിനെ മാത്രം പഠിക്കും. പക്ഷേ ഇന്ന് ചോദ്യം വേറെയാണ്. പഠിക്കുമ്പോൾ 6 നൊബേൽ പ്രൈസിൻ്റെ സബ്ജക്റ്റ് ഉണ്ട്. 6ൻ്റെയും ഡീറ്റെയിൽസ് അത് 2021 മാത്രം പഠിച്ചാൽ പറ്റില്ല. 2018, 19, 20, 21 കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 20 പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ പല എക്സാം എഴുതാൻ പോയിട്ട് 2 വർഷം മുമ്പേ ഉള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പഠിക്കുമ്പോൾ വ്യക്തികളുടെ രാജ്യം എന്തിനാണ് അതിൽ കിട്ടിയിട്ടുള്ളതെന്ന് കൂടി കൃത്യമായിട്ട് പഠിച്ചോണം. അപ്പോൾ അതിനകത്തുനിന്ന് 1 മാർക്ക് ഉറപ്പാണ്. അതുപോലെ നമ്മളെ ഇന്ത്യക്കകത്ത് രവീന്ദ്രനാഥ് ടാഗോർ മുതൽ നമ്മളുടെ സൗമിത്ര ചാറ്റർജി അരിഞ്ഞോട്ടുള്ള സൗമിത്രയല്ല നമ്മളുടെ ലാസ്റ്റ് എക്കണോമിക്സ് കിട്ടിയിട്ടുള്ള ആ വ്യക്തി വരെയുള്ള എക്കണോമിക്സ് കിട്ടിയ അതുവരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഇതിനകത്ത് അത് അത് കഴിഞ്ഞ ശേഷം നമ്മളിതിനകത്ത് പ്രധാനമായിട്ട് ഇപ്പോൾ PSC ഫോക്കസ് ചെയ്യാനാണ് ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ. കാരണം കേരളമാവാം, ഇന്ത്യ ആവാം, ലോകമാവാം. അതും PSCയുടെ ചോദ്യമാണ്. കാരണം ഇപ്പം സച്ചി മരിച്ചപ്പോൾ സച്ചിയെക്കുറിച്ച് ചോദിച്ചു. അക്കിത്തം അച്യുതൻ നമ്പൂതിരി നമ്മൾ 2020 നമ്മൾ വിട്ട് പിരിക്കും. അക്കിത്തത്തിൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു. ഇനി ചോദിക്കാൻ സാധ്യത സുഗതകുമാരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് PSC തൽക്കാലത്തേക്ക് ഒഴിവച്ചിരിക്കുന്നത്. കാരണം എല്ലാവരും നോക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം ആയതുകൊണ്ട് അതിനെ വച്ചിരിക്കുകയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ചിലപ്പം പ്രയോജനം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സുഗതകുമാരിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവാർഡുകളുടെ ഒരു പെരുമഴയാണ്. ഏത് അവാർഡ് ഏത് കൃതിക്ക് കിട്ടിയെന്നുള്ള കൃത്യമായിട്ട് പഠിച്ചോളണം. അല്ലാതെ നമ്മൾ വെറുതെ സുഗതകുമാരി ജനിച്ച സ്ഥലവും മരിച്ച സ്ഥലവും വർഷവും പഠിച്ച് സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആരായിരുന്നു സുഗതകുമാരി അങ്ങനെ മാത്രം പഠിക്കാതെ
ആ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഇതിനകത്ത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും നല്ലതായിട്ട് സാധ്യത കൂടുതലാണ്. കാരണം മരണം ഇതിനകത്ത് PSC പ്രധാനമായിട്ട് എടുക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെയാണ് ഈ കറണ്ട് അഫയേഴ്സിനകത്ത് പറഞ്ഞ സാഹിത്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ അവാർഡ് പഠിക്കുമ്പോൾ ഒളിമ്പിക് ഗെയിംസ് നമ്മളുടെ നൊബേൽ പ്രൈസ് മുതൽ താഴോട്ട് ഇപ്പോൾ 2020 ലോറസ് പുരസ്കാരം കിട്ടിയ വ്യക്തി ആരും ചോദിക്കും സച്ചിനാണ്. ലോറസ് പുരസ്കാരം കിട്ടിയ എത്ര ഭാരതീയരുണ്ടെന്ന് ചോദിച്ചാൽ ഡൗട്ടായിരിക്കും. ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ, സച്ചിൻ മാത്രമേ ഉള്ളൂ. അതുപോലെ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരമൊക്കെ PSCയുടെ റെഗുലർ ചോദ്യമാണ്. ഇനി അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ പഠിക്കുമ്പോൾ നമ്മുടെ സരസ്വതി സമ്മാൻ വേണമെങ്കിൽ ചോദിക്കാം. ഇനി അടുത്ത് നമ്മുടെ താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഫിലിം എടുക്കുമ്പോൾ ഫിലിം പഠിക്കുമ്പോൾ ആദ്യം ഓസ്കാർ പഠിക്കുക, അതിനുശേഷം നാഷണൽ ഫിലിം അവാർഡ് പഠിക്കുക, സ്റ്റേറ്റ് ഫിലിം അവാർഡ് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലൊക്കെ സ്ഥിരം ചോദ്യമായിരുന്നു. പഠിക്കുമ്പോൾ അതിന് ഒരുമിച്ചൊരു ടോപ്പിക്കായിട്ട് സെറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2020 മികച്ച സംസ്ഥാന ഫിലിം അവാർഡിൽ മികച്ച ഗായകനെ തിരഞ്ഞെടുത്തത് ആരാണ്? അപ്പോൾ നജീം അർഷാദാണ്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ നമ്മൾ ദേശീയം അറിയണം, നമ്മൾ ഇൻ്റർനാഷണൽ ലെവലുള്ള പുരസ്കാരങ്ങൾ അറിയണം, ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൻ്റെ നമ്മുടെ മലയാളികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് നോക്കണം. ഇങ്ങനെയുള്ള താഴോട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മളൊരു 2 പേപ്പർ നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മ വരും, നമ്മൾ ഇത് പഠിച്ച കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് പഠിക്കുന്ന കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തികൾ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. വ്യക്തികൾ പഠിക്കുമ്പോൾ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമായിട്ട് നോക്കണം. കാരണം പ്രധാനമായിട്ട് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനമന്ത്രി പ്രസിഡന്റ് നോക്കണം. ഇപ്പോൾ നമ്മൾ ചോദ്യം ഉണ്ടായിരുന്നു, ഫസ്റ്റ് പ്രിലിംസിനകത്ത് 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി ഏത് രാജ്യത്തിലാണ് വന്നത്? ക്യൂബയിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചോദ്യങ്ങളുണ്ട്. നമ്മൾ അതുപോലുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോണ കാര്യമാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനകത്ത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് അവാർഡ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുമ്പോൾ നൊബേൽ പ്രൈസ് മുതൽ താഴോട്ട് വയലാർ, വള്ളത്തോൾ, എഴുത്തച്ഛൻ പുരസ്കാരങ്ങളൊക്കെ ഒരു 3-4 വർഷം മൊത്തം പഠിക്കുക. ഇനി വയലാർ പുരസ്കാരം പഠിക്കുമ്പോൾ 1977 മുതൽ 2020 വരെയുള്ള എല്ലാം പഠിച്ചിരിക്കുക. കാരണം ഇതിനകത്ത് കൃതി, വയലാർ പുരസ്കാരം കിട്ടിയ കൃതി മസ്റ്റാണ്, അതിന് വേറെ മാറ്റേയില്ല, ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ അവാർഡ്സ് എന്നൊരു ടോപ്പിക്കും പേഴ്സണാലിറ്റി എന്നൊരു ടോപ്പിക്കും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത് പഠിക്കുക. അതുപോലെ കലാകാരന്മാർ ഏതെങ്കിലും, ഉദാഹരണം നമ്മളിപ്പോൾ വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ ചോദ്യം വരെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ തുടങ്ങി ഇതിനകത്ത് നമുക്ക് ലക്ഷ്യമാണ് ഇന്നത്തെ ആവശ്യം, വേറെ ഒന്നുമല്ല. നമുക്കിത് നേടിയെടുക്കണമെന്നൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഇതിനകത്ത് 100% ഞാൻ പറയുന്നു ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് നമ്മളുടെ ഹിസ്റ്ററിയായി, ജോഗ്രഫിയായി, എക്കണോമിക്സായി, കറണ്ട് അഫയേഴ്സായി. അപ്പോൾ അതുപോലെ അടുത്ത് നമ്മൾ മെയിൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നത് നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടും. അതിന് വേറെ 100% ഗ്യാരണ്ടിയാണ്, 10 മാർക്ക് ഉറപ്പാണ്. അതിനകത്ത് പാർട്ട് 1, പാർട്ട് 2, 3, 4, 4.5. ഞാൻ 4.5 എന്ന് പറഞ്ഞാൽ 4A 4.5 എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ ഇതിനകത്ത് പാർട്ട് ബേസ് ചോദിക്കുന്നത് 2, 3, 4, 4.5 ഇതാണ് പാർട്ട് ബേസ് ചോദിക്കാൻ സാധ്യത. ഇതുവരെ ഞാൻ എൻ്റെ ഒരു 15 വർഷം കൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നുണ്ട്. ഈ ഒരു 10 വർഷമായിട്ട് എൻ്റെ ടീച്ചിങ് 2010 ഞാൻ പഠിപ്പിച്ച് തുടങ്ങി, അധ്യാപനമായിട്ട് ഫീൽഡ് ഇറങ്ങി തുടങ്ങിയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ വളരെ സജീവമായിട്ട് ഫീൽഡിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിൽ കൂടുതലും ചോദിക്കാൻ സാധ്യത ഈ 4, 2, 3, 4, 4.5 പാർട്ട് ബേസ് ചോദിക്കാൻ സാധ്യത കൂടുതലും. അപ്പോൾ ആ പാർട്ട് നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ട് അതിനകത്തുള്ള ആർട്ടിക്കിൾസ് കൃത്യമായിട്ട് നോക്കണം. പിന്നെ ഭേദഗതി 1951 മുതൽ 2020 വരെയുള്ള 104 ഭേദഗതിയായിട്ടുണ്ട്. ആ ഭേദഗതിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ഭേദഗതിയുണ്ട്. അത് വർഷം ബേസ്ഡോ ടോപ്പിക് ബേസ്ഡ്. ഞാൻ പഠിപ്പിക്കുന്നത് ഒരു വേറൊരു ലോജിക്കാണ്. സ്റ്റേറ്റിൻ്റെ ഭേദഗതി സെപ്പറേറ്റ് പഠിപ്പിക്കും, ലാംഗ്വേജിൻ്റെ ഭേദഗതി സെപ്പറേറ്റ് പഠിപ്പിക്കും, അത് കഴിഞ്ഞ് നമ്മളുടെ ഭാഷാ ഭേദഗതി സെപ്പറേറ്റ് പഠിപ്പിക്കും. മിസലേനിയസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് എല്ലാം കൂടി ചേർത്തങ്ങ് പഠിപ്പിക്കും. അപ്പോൾ ഇതിനകത്ത് സ്കൂളിൽ ചെന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് അത് ലോജിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരു സൈഡ്. അടുത്ത് നമ്മളുടെ ഈ കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഈ ചില ആൾക്കാർ മിക്സ് ചെയ്ത് പഠിച്ചു വയ്ക്കരുത്. ഒരു രാജ്യം എടുത്ത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള കടം ഒരു 16-17 കടം PSCക്ക് ചോദ്യമാണ്. അത്രയും ഒരുമിച്ച് പഠിക്കണം. ഇന്ത്യയുടെ നമ്മളുടെ ബ്രിട്ടൻ്റെ കടം എന്നുള്ള ഫുൾ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളെ കാനഡ, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ എടുത്തിട്ട് അയർലൻഡ് കടം കൊണ്ടിരിക്കുന്നത് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ, ഇങ്ങനെ കടം കൊണ്ടിരിക്കുന്ന ഫുൾ സിസ്റ്റമായിട്ട് തന്നെ എഴുതി വെച്ചിട്ട് കൃത്യമായിട്ട് അത് പഠിക്കണം. അപ്പോൾ ഒരു ക്വസ്റ്റിനകത്ത് നമുക്കറിയാം, ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള 5 ഇയർ പ്ലാൻസും ഇനി നമ്മൾ റഷ്യയിൽ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പറയാം, റഷ്യയിൽ നിന്ന് നമുക്ക് 2 കടമാണ് PSCക്കുള്ള കടം. അപ്പോൾ ആ 2 കടവും തീർന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നത് പാർട്ടിൽ 25 പാർട്ടുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട പാർട്ട് ഈ 4 പാർട്ടിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളെ ഭേദഗതി, അത് കഴിഞ്ഞിട്ട് നമ്മളെ കടം കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ. ഇതിനകത്ത് തന്നെയുള്ളതാണ് കമ്മീഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുണ്ട്. കമ്മീഷൻസിനകത്ത് എന്തൊക്കെ ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷനുണ്ട്, ഇൻഫർമേഷൻ കമ്മീഷനുണ്ട്, CVC സെൻട്രൽ വിജിലൻസ് കമ്മീഷനുണ്ട്, മൈനോറിറ്റി കമ്മീഷൻ എന്ന് പറയുക ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുണ്ട്. ഈ കമ്മീഷനൊക്കെ
പഠിക്കുമ്പോൾ ചെയർമാന്മാർ ഞാൻ ഫുള്ള് ക്ലാസ് കിട്ടിയിട്ടുള്ളതാണ് ഇതിനകത്ത്. ചെയർമാന്മാർ പഠിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനമുള്ളവർ പഠിക്കുക. മനുഷ്യാവകാശ കമ്മീഷൻ്റെയും വനിതാ കമ്മീഷൻ്റെയും വിവരാവകാശ കമ്മീഷൻ്റെയൊക്കെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ലിസ്റ്റ് പോലെ പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ ഇതിനകത്ത് ഒറ്റയാനെ കണ്ടെത്താൻ വേണ്ടി പരീക്ഷയ്ക്ക് ഇതിനകത്ത് ചോദ്യം കാണും. കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതും ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണം മെയിനായിട്ട്. ഇനി അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള 4 സെക്ഷൻ പറയും. ഒന്ന് നമ്മളുടെ ഈ ഭേദഗതി പഠിക്കണം, കടം കൊണ്ടിരിക്കുന്ന ആശയം പഠിക്കണം, പാർട്ട് പഠിക്കണം, കമ്മീഷൻസ്. ഇനി ഇതിൻ്റെ ബേസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ബേസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 46 ഡിസംബർ 9 മുതൽ 11 വരെ ഇരുന്ന ആദ്യ സെക്ഷൻ. ഇതിൻ്റെ ബേസ് മുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആധാരമായ ബ്രിട്ടീഷിൻ്റെ നിയമം, അതിനകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒരു സെക്ഷനായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അതിനകത്ത് അടുത്ത് പഠിക്കേണ്ടതാണ് നമ്മുടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, അതുപോലെ ഗവർണർമാർ, ഇനി അടുത്ത് നമ്മുടെ ലോക്സഭാ സ്പീക്കർ. ഇതൊക്കെ ആദ്യവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഒരു 10 ദിവസമേ കാണുള്ളൂ. എനിക്കൊന്നുള്ള ലോക്സഭ സ്പീക്കർ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യ ലോക്സഭ സ്പീക്കർ, ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ, ഏറ്റവും കൂടുതൽ കാല സ്പീക്കർ, ഏറ്റവും കുറച്ച് കാല സ്പീക്കർ, ഇനി അടുത്ത് ഇപ്പോഴത്തേക്ക് ലാസ്റ്റ് സ്പീക്കർ, ആദ്യ കമ്മ്യൂണിസ്റ്റുകാരനെ സ്പീക്കർ, ഇങ്ങനെയുള്ള ഡിഫറൻറ്റ്. ആദ്യ വനിതാ ലോക്സഭ സ്പീക്കർ, രണ്ടാമത്തെ വനിതാ ലോക്സഭ സ്പീക്കർ. ഇതൊരു സെറ്റായിട്ട് അങ്ങ് വെച്ചിരിക്കുക, ഒരു ഡൗട്ടില്ല. അതുപോലെ കേരളം എടുക്കുക. അതുപോലെ ഈ കേരളം എടുക്കുമ്പോൾ സ്പീക്കർ ഓടിക്കണം, ഡെപ്യൂട്ടി സ്പീക്കർ ഓടിക്കണം, പ്രോട്ടേം സ്പീക്കർ ഓടിക്കണം. അത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 10-15 ക്വസ്റ്റ്യൻ കാണും. ഇത് മാത്രം സെറ്റ് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. വളരെ എളുപ്പമാണ്. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇത് ഓരോന്നിനും ഓരോ സിസ്റ്റം വയ്ക്കുക. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഓരോ ശൈലി വെച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് പരീക്ഷ എഴുതാൻ മുമ്പ് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മ വരും, ഇത് ഞാൻ പഠിച്ചതാണ്, എനിക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ക്ലിയർ ആയി കാണും. കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് ടോപ്പിക്കാണ്? കോൺസ്റ്റിറ്റ്യൂഷനാണ്. കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഈ നിങ്ങൾ ഇപ്പോഴത്തെ PSC പരീക്ഷ കാരണം 12th ഫസ്റ്റ് പ്രിലിംസിനകത്ത് 5 മാർക്കാണ്. 5 മാർക്കും കിട്ടുന്നതാണ്. മറ്റ് ടോപ്പിക്ക് പോലെയല്ല, കൃത്യമായിട്ട് കിട്ടും. പക്ഷേ മറ്റ് ടോപ്പിക്കുകൾ കിട്ടാത്തതിൻ്റെ കാര്യം നമ്മൾ പഠിക്കാത്തതാണ്. ഇനി ഇടയ്ക്ക് ഞാനൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു സ്ഥലത്ത് പോയി. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പുറത്തുള്ള ഒരു വലിയൊരു സ്ഥാപനം നടത്തി. വലിയൊരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു പത്രം നടത്തിയതാണ്. അതിന് പോയപ്പോൾ ഒരു സാറ് പറഞ്ഞു, ഇനി ആ പത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കുമ്പോൾ റെയർ ഇറക്കണമെന്ന് പറഞ്ഞു. ഈ റെയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ റെയർ അല്ല. ഒരു ക്വസ്റ്റ്യന് റെയർ ക്വസ്റ്റ്യനെ അല്ല. നമുക്ക് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ വരും, അതാണ് റെയർ. അതാണ് ഇതിൻ്റെ വേറെ പ്രധാനപ്പെട്ട കാര്യം. എനിക്കെന്താ അറിഞ്ഞു, ഇപ്പം ഗാന്ധിജിയെക്കുറിച്ച് ഞാൻ കുറേ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ട്. കാരണം ഗാന്ധിജി ജനിച്ചത്, മരിച്ചത്, വെടിവെച്ച് വന്ന സ്ഥലം എല്ലാം സമയം വരെ പഠിച്ചു. പക്ഷേ എനിക്ക് ഗാന്ധിജിയെക്കുറിച്ച് അറിഞ്ഞിട്ടാത്ത ഗാന്ധി വളർത്തമ്മയുടെ പേര് എനിക്കറിഞ്ഞു. അപ്പോൾ ഞാൻ എന്താണ് പറയുന്നത്, അതിൻ്റെ പേരാണ് റെയർ എന്നാണ് പേര്. ഒരിക്കലും ഒരു മേഖലയ്ക്ക് റെയർ ഇല്ല. നമുക്ക് അറിഞ്ഞുകൂടാതെ വരും, ആ ക്വസ്റ്റ്യൻ്റെ പേരാണ് റെയർ എന്നാണ് പേര്. അപ്പോൾ പഴകിയ മേഖല ഹിസ്റ്ററി, ജോഗ്രഫി, നമ്മളുടെ ഈ എക്കണോമിക്സ്, കറണ്ട് അഫേഴ്സ്. ഇനി നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള എന്താണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിനകത്ത് ചോദിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ടോപ്പിക്കുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിക്കകത്ത് IT എന്നൊരു ടോപ്പിക്കിന് ITക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 66A-യും 66E ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ITകളൊക്കെ ചോദിക്കാം. അതിൽ 2000 ഒക്ടോബർ 17 അതിനു മുമ്പ് IT അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ച് വരണം. അത് പരീക്ഷയ്ക്ക് ഉറപ്പാണ്. ഒരു 10-50 ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യൻ കാണില്ല, അത് പഠിക്കണം. അതുപോലെ ഇതിനകത്തുള്ള ടേംസുകൾ കുറച്ച് ടേംസ് ഉണ്ട്. ചില ഫിലിം കണ്ടാൽ തന്നെ നമുക്ക് ഇതിനകത്ത് നിന്ന് കുറേ കാര്യങ്ങൾ ക്യാച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് മലയാളത്തിൽ കാണാൻ ക്വസ്റ്റ്യൻ മലയാളത്തിലായതുകൊണ്ട് കൃത്യമായിട്ട് മലയാളത്തിൽ തയ്യാറാക്കി കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. കാരണം ഇത് IT എന്നുള്ളത് 10 മാർക്ക് ഉറപ്പായിട്ട് കാണും. ഈ 10 മാർക്ക് നമുക്ക് കിട്ടേണ്ട മാർക്കാണ്. കാരണം ഒരുപാട് നമ്മൾ റിസ്ക് എടുക്കാതെ കിട്ടുന്ന ഒരു മാർക്കാണ് ITയുടെ 10 മാർക്ക്. ചില ആൾക്കാർ ആവശ്യമില്ലാത്ത മേഖല കടന്ന് പഠിക്കും. സ്കോറിംഗ് മേഖല എന്ന് പറയുന്നത് അതിനകത്ത് വലിയ കോൺസെൻട്രേറ്റ് കൊടുക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ സ്കോർ ചെയ്താണ് ഈ മേഖല ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് IT. അതുപോലെ ഇതിനകത്ത് ശാസ്ത്രം തുടങ്ങി കൊടുത്തിട്ടുണ്ട്. ഞാൻ ശാസ്ത്ര മേഖല തുടങ്ങി കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രത്തിന് സയൻസിനകത്തുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സയൻസ് മേഖലയും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഏകദേശം പറഞ്ഞത്രയും മനസ്സിലായി കാണും. ഇനി നമുക്ക് പ്രധാനമായിട്ട് കൊടുക്കേണ്ട മേഖലയാണ്, നമുക്കൊരു 20 മാർക്ക് കിട്ടുന്ന മേഖലയാണ് സിമ്പിൾ അർത്ഥമേറ്റിക് ആൻഡ് മാനസിക ശേഷി ആൻഡ് റീസണിങ് എന്നൊരു ടോപ്പിക്കിനകത്തും ഇതിനകത്താണ് ഞാൻ എഴുതിയിട്ടിരിക്കുന്ന ടോപ്പിക്കാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ്. അതാണ് ബോട്ട് മാസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നിരിക്കുക. അതാണ് അടിസ്ഥാനം എന്നുള്ള ക്രിയ എന്ന് പറയും. അല്ലെങ്കിൽ കൂട്ടാനും കുറയ്ക്കുകയാണ്. നമുക്ക് ചിലപ്പോൾ 4-5 കുറേ പോയിൻ്റ് ഇട്ടുള്ള ഒരു 4-5 സംഖ്യ എന്നിട്ട് ഒരു സംഖ്യ പോയിൻ്റ് ഇല്ലാതെ അപ്പോൾ അങ്ങനെയുള്ളത് കൂട്ടാനും കുറയ്ക്കണം. കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് സ്പീഡപ്പായിട്ട് ചെയ്യണം. അടുത്ത് പറയുന്ന ഫിന്നസ് സംഖ്യയും ദശാംശ സംഖ്യയും എല്ലാ പരീക്ഷയിലും ഇപ്പോഴത്തെ ഏത് എക്സാം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫിന്നസ് സംഖ്യക്കകത്തുള്ള ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു പരീക്ഷയിൽ 100% ഗ്യാരണ്ടിയാണ്. ശതമാനം പ്രധാനമായിട്ട് നോക്കണം. ഇനി അതുപോലെ ലാഭവും നഷ്ടം. നമുക്ക് ജീവിതത്തിൽ ഇത് രണ്ടുമാണ് നമുക്ക് സംഭവിക്കുന്നത്. ഒന്നേ ലാഭം അല്ലെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രധാനമായിട്ട് നമുക്ക് കിട്ടേണ്ടത് ലാഭമാണ്. നഷ്ടം ഉണ്ടാവും, പക്ഷേ എങ്കിൽ നഷ്ടത്തിൽ നിന്ന് നമ്മൾ ലാഭത്തിലേക്ക് വരണം. എന്നും നമുക്ക് നഷ്ടത്തിലേക്ക് പോകാൻ പാടില്ല. കൃത്യമായിട്ട് ലാഭം ഉണ്ടാക്കണം. ഇനി അതുപോലെ സാധാരണ പലിശയും കൂട്ടുപലിശയുമാണ് സ്ഥിരം ചോദിക്കേണ്ട ചോദ്യമാണ്. ചിലപ്പം അർദ്ധവാർഷിക പലിശയെന്ന് ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ 5 വർഷത്തേക്ക് എത്ര സാധാരണ പലിശയും കൂട്ടുപലിശ തമ്മിലുള്ള വ്യത്യാസം ഇത് നമ്മൾ മനസ്സിലാക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കണം. അതിൽ അംശം എന്താ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഉദാഹരണം പാലും വെള്ളം തന്നിട്ട് 5 ലിറ്റർ പാലുണ്ട്, 2 ലിറ്റർ വെള്ളം ഒഴിച്ച്
ഇതിൽ പാലെത്ര വെള്ളം എത്ര എന്നുള്ള റേഷ്യോൻ്റെ പ്രപ്പോർഷൻ ചോദിക്കും. ഇനി സമയവും ദൂരമുണ്ട്, 1 മണിക്കൂറുണ്ട്, ആ 100 കിലോമീറ്റർ പോകണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം പോകും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സമയം ദൂരം. സമയവും പ്രവൃത്തിയും 5 പേരൊരു ജോലി അങ്ങനെയുള്ള അത് ചോദിക്കാം. ശരാശരി ചോദിക്കാറുണ്ട്. ഇനി അടുത്ത കൃത്യംഗങ്ങൾ, അത് കൃത്യമായിട്ട് 1 മാർക്ക് ഉറപ്പാണ്. ജോമതീയ രൂപങ്ങൾ, ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം, അതും പരീക്ഷയ്ക്ക് അതിനകത്ത് ചിലപ്പോൾ രണ്ട് മാർക്ക് വരെ ചോദിക്കാം. ഇനി പ്രോഗ്രഷൻ ഇതിനകത്ത് വരണ പ്രധാന ടോപ്പിക്. അപ്പോൾ ആ ടോപ്പിക് ഒന്ന് ഓർമ്മിച്ചോളണം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, അതുപോലെ ജോമതീയ രൂപങ്ങൾ, ചുറ്റളവ്, ഇതിനകത്ത് നമ്മൾ സിമ്പിൾ അർത്ഥമാറ്റിക്കിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് അത് സിമ്പിൾ അർത്ഥമാറ്റിക്കിനകത്തുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം, ചോദിക്കും. അതുപോലെ അടുത്ത അത് പറയുന്നത് മാനസിക ശേഷിയുടെ ടോപ്പിക്കാണ് ഞാൻ അടുത്ത് കൊടുത്തിരിക്കുന്നത്. മാനസിക ശേഷിക്കകത്ത് പറഞ്ഞാൽ സംഖ്യാശ്രേണി. നമുക്ക് മാത്സ് ഒരു ലെവലും ഇല്ലാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിച്ചു കയറാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് സംഖ്യാശ്രേണി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് സംഖ്യാശ്രേണി. നമ്മളുടെ മെൻ്റൽ വർദ്ധിപ്പിക്കാൻ ഏറ്റവും വലിയ മാർഗ്ഗമാണ് സംഖ്യാശ്രേണി. അതുപോലെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മൾ തെറ്റിച്ചു വന്നിരിക്കും, അത് ശരിയാക്കാനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനനിർണ്ണയം ഇപ്പോൾ 5 വരുന്നത് ABCD എന്ന് പറയുക, ബിയുടെ അപ്പുറത്ത് ഡിയുടെ ഇപ്പുറത്ത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സ്ഥാനനിർണ്ണയം, അത് അറിഞ്ഞിരിക്കണം. ഒറ്റയാന കണ്ടെത്തുക, 3 തലസ്ഥാനവും ഒരു രാജ്യവും തന്നിരിക്കും, ഇതിൽ ഏതാണ് വ്യത്യസ്തമായിട്ട്, ഇങ്ങനെയൊക്കെയാണ് സാധാരണ കണ്ടിട്ടുള്ളത്, അത് ചോദിക്കും. സമാന ബന്ധങ്ങൾ ചോദിക്കും. അതിലെ സംഖ്യ അവലോകനം എന്നൊരു ടോപ്പിക്കുണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇല്ലാത്തൊരു പരീക്ഷ ഇല്ല, അപ്പോൾ അത് പറയാം. അതുപോലെ കുടുംബ ബന്ധം, ബ്ലഡ് റിലേഷൻ എന്നുള്ളത് ചോദിക്കാൻ സാധ്യത. ഉദാഹരണം, ഞാനൊരു കുടുംബ ബന്ധം പറയുകയാണ്. നമ്മളെ നെഹ്റു എന്നുള്ളൊരു വ്യക്തി എടുക്കുകയാണ്. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരാണ് മോത്തിലാൽ നെഹ്റു, മാതാവിൻ്റെ പേര് സ്വരൂപ റാണി. അപ്പോൾ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെ മകനായിട്ട് നെഹ്റു, വിജയലക്ഷ്മി പണ്ഡിറ്റുണ്ട്. നമുക്കിനി അടുത്ത നെഹ്റുവിൻ്റെ കുടുംബത്തിലേക്ക് വരാണ്. നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേര് കമലാ നെഹ്റുവിൻ്റെ മകളുടെ പേരാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ 2 മക്കളായിരുന്നു രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിക്ക് ഒരു മകനുണ്ടായിരുന്നു, നമ്മളുടെ വരുൺ ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ 2 മക്കളാണ് പ്രിയങ്ക ഗാന്ധിയും നമ്മളുടെ രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ ഇനി പരീക്ഷയിൽ ചോദിക്കാം, നമുക്ക് ഇത് ഞാനിപ്പോൾ നമ്മളെ കുടുംബം അറിയാമെന്നുള്ളത് വേറെ പ്രശ്നമില്ല. പ്രിയങ്ക ഗാന്ധിയും നെഹ്റുവും തമ്മിലുള്ള ബന്ധം എന്നായിരിക്കും ചോദ്യം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബന്ധം, ഞാൻ വേറെന്നുകൊണ്ട് പറഞ്ഞില്ല, ബ്ലഡ് റിലേഷൻ എപ്പോഴും പഠിക്കുമ്പോൾ മലയാളത്തിൽ ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ വരച്ചിടുക, നമ്മളെ സ്വന്തം ഫാമിലി വെച്ച് ചിന്തിക്കുക, ഇത് കണക്ട് ചെയ്ത് എവിടെ പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് വായനാശീലം, കുറച്ച് വായിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ടോപ്പിക്കാണ്, കാരണം നമുക്ക് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് ബ്ലഡ് റിലേഷൻ. അപ്പം ഞാൻ ഈ പറഞ്ഞത് നമ്മളുടെ അടിസ്ഥാന ക്രിയകളും നമ്മുടെ മാനസിക ശേഷിക്കകത്ത് ഈ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പഠിക്കണം. മാത്സ് നമുക്ക് കിട്ടേണ്ട ടോപ്പിക്കാണ്, ഫുൾ മാർക്ക് കിട്ടണം. അതിനകത്ത് 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 20 എണ്ണത്തിനകത്ത് 20 നമുക്ക് കിട്ടേണ്ടതാണ്. അടുത്ത നമ്മൾ ജനറൽ ഇംഗ്ലീഷാണ്. ജനറൽ ഇംഗ്ലീഷ് എന്നൊരു ടോപ്പിക്കിനകത്ത് ഞാൻ കൊടുത്ത ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് സെൻറ്റൻസ് എന്ന് പറയുക ഫസ്റ്റ് ടോപ്പിക്ക് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഡിഫറൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. തേർഡ് എന്ന് പറയുക സബ്ജക്റ്റ് വെർബ് പ്ലസ് എഗ്രിമെൻറ്റ്. ഞാൻ ടോപ്പിക്കകത്ത് വായിച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. സബ്ജക്റ്റ് വെർബ് പ്ലസ് എഗ്രിമെൻ്റ് ഉണ്ട്. അടുത്ത കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ് വെർബ്സ് ഉണ്ട്. കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്, ആഡ് വെർബ് ഓഫ് പൊസിഷൻ ആൻഡ് ആഡ് വെർബ്, ആർട്ടിക്കിൾസ് ആൻഡ് മോഡൽ ഓക്സിലറി, ക്വസ്റ്റ്യൻ ടാഗ്. അടുത്തത് ഇൻഫിനിറ്റി ആൻഡ് ജറണ്ട്, ടെൻസ് ആൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ്, പ്രിപ്പോസിഷൻ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ട് സ്പീച്ച്, ആക്റ്റീവ് വേഴ്സ്, പാസീവ് വേഴ്സ്, വൊക്കാബുലറി സെക്ഷൻ എന്നുള്ളത് നമുക്കൊരു വലിയ ടോപ്പിക്കാണ്. വൊക്കാബുലറി സെക്ഷൻ നമുക്ക് കൃത്യമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ ആ മുകളിലോട്ടുള്ള ഗ്രാമർ ടൈപ്പ് ഒന്ന് പ്രത്യേകിച്ച് പറഞ്ഞുതരാം. മാർക്ക് 100% ചോദിക്കാൻ സാധ്യത ഉള്ളത്. പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് സാധ്യത കൂടുതൽ. ഇതിൽ റിപ്പോർട്ട് സ്പീച്ച് 1 മാർക്ക് ഉറപ്പാണ്, ചിലപ്പോൾ 2 മാർക്ക് വരെ കിട്ടാം. ആക്റ്റീവ് വേഴ്സ്, പാസീവ് വേഴ്സ് 1 മാർക്ക്, അങ്ങനെ 2 മാർക്കായി. ഇനി അതുപോലെ ചിലപ്പോൾ പ്രിപ്പോസിഷൻ എന്നുള്ളത് 1 മാർക്ക് ചോദിക്കും. ഇനി അടുത്തുള്ള നമ്മളുടെ ഇതിനകത്ത് വരുന്ന സാധ്യത, ഇനി അടുത്ത് നമ്മളുടെ ഇതുണ്ട്, ഈ സബ്ജക്റ്റ് വെർബ് പ്ലസ് എഗ്രിമെൻറ്റിനകത്ത് 2 ചോദ്യങ്ങൾ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിനകത്ത് നമ്മൾ പറയുന്നത്. ബാക്കിയെല്ലാം ക്വസ്റ്റ്യൻ ടാഗൊക്കെ അറിയാം, നിങ്ങൾക്കറിയാം. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് ആണ്, അത് നോക്കി എഴുതിയാൽ മതി. അതിൽ ആർട്ടിക്കിൾസ് മിക്കവാറും ചോദിക്കും. അപ്പോൾ മിക്കവാറും യൂറോപ്യൻ എന്നുള്ളത് സ്ഥിരം ട്രെൻഡായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ ചോദിക്കാം. മോഡൽ ഓക്സിലറിയും വില്ലും വുഡും ഒക്കെ ആണെങ്കിൽ പരീക്ഷ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിനെ ടോപ്പിക്ക് ബേസ് അങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കും. ഉദാഹരണം, സബ്ജക്റ്റ് വെർബ് പ്ലസ് എഗ്രിമെൻറ്റ് എടുത്ത് ഞാനകത്ത് എഗ്രിമെൻറ്റ്സ് ഒരു ഏകദേശം 52 എഗ്രിമെൻ്റ് ഉണ്ട്. എഗ്രിമെൻറ്റുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ നമ്മൾ അഡ്ജക്റ്റീവ്സും ആഡ് വെർബും നമ്മൾ മാറിപ്പോരുത്. ആഡ് വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണവും, അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണമാണ്. അപ്പോൾ അത് രണ്ടും മലയാളവും ഇംഗ്ലീഷിനും കൂടി രണ്ടും പഠിക്കുക. ബാക്കി അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ടോപ്പിക്ക് ബേസ്, ഞാൻ ഈ ടോപ്പിക്ക് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ടോപ്പിക്ക് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത നമ്മൾ വൊക്കാബുലറി സെക്ഷനകത്താണ് സിംഗുലറും പ്ലൂറലുമാണ്.
സിംഗുലറും പ്ലൂറലും എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ എന്നായിരിക്കും, പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റ് വരണത്. കാരണം എസ് ചേർന്ന് പറഞ്ഞത് എസ് ചേർന്ന് വരാത്തത്. ഇനി ക്യാറ്റിൽ എന്നുള്ളത് എന്ത് നമുക്ക് ചിന്തിക്കും, പോലീസ് എന്നുള്ള സിംഗുലറാണ് പ്ലൂറലാണെന്ന് ഡൗട്ടായിരിക്കും. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ കളക്റ്റീവ് നൗൺസ് കിട്ടുന്നതെല്ലാം ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. പ്രിഫിക്സും സഫിക്സും ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ഒരു ട്രെൻഡി ചോദ്യമാണ്. ഇനി അതുപോലെ കോമ്പൗണ്ട് വേർഡ്സ് കഴിഞ്ഞ വർഷം അതുകൊണ്ട് നമ്മുടെ ആർട്സ് കോളേജിൽ നിന്നുള്ളത് തന്നിട്ട് ഇത് ഏത് വേണമെന്നുള്ളത് ഫസ്റ്റ് നമ്മളുടെ ഒരു യൂണിവേഴ്സിറ്റിക്കാർ ചോദിച്ചാൽ ആർട്സ് കോളേജ്. ഇനി അത് അന്റോണിംസ് സിനോണിംസ് അത് നമ്മൾ റാങ്ക് ഫയൽ വായിക്കാതെ ഡിക്ഷണറിയൊക്കെ എടുത്ത് അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടെത്തി മലയാളം കൊണ്ട് നമ്മൾ നോക്കണം. ഇനി അതിൽ ഫ്രൈസൽ വെർബ് പഠിക്കുമ്പോൾ മിക്കവാറും ചോദിക്കണം. പുട്ട് അതിൻ്റെ കുറേ ചോദിക്കാനുണ്ട്. കാൾ ഫോർ കാള് അങ്ങനെയാണ് ചോദിക്കണം. അതിൽ ടേക്ക് അങ്ങനെ ചോദിക്കണം. ഇനി അതുപോലെ സ്പെല്ലിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ സ്പെല്ലിങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ഇഡിയംസ് ട്രാൻസ്ലേഷൻ, ഇത് ഇഡിയംസ് ഓർമ്മിക്കണം. അതുപോലെ ട്രാൻസ്ലേഷനകത്ത് തുടങ്ങിയ പ്രോവർബ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രോവർബുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് മാർക്ക് കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇംഗ്ലീഷ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, സബ്ജക്റ്റ് ഓർ പ്ലസ് എഗ്രിമെൻറ്റ്, കൺഫ്യൂഷൻ ഓഫ് അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വർബ്, കമ്പാരിസൺ ഓഫ് അഡ്ജക്റ്റീവ്സ്, ആഡ്വർബ്, അതുപോലെ പൊസിഷൻ ഓഫ് ആഡ്വർബ്, ആർട്ടിക്കിൾ, മോഡൽ ഓക്സിലറി, ക്വസ്റ്റ്യൻ ടാഗ്, ഇൻഫിനിറ്റി ആൻഡ് ജറണ്ട്, ടെൻസ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസ്, പ്രിപ്പോസിഷൻ, ഡിഫറൻറ്റ് ഓർമ്മിക്കണം. പ്രിപ്പോസിഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. സ്ഥാനം നിർണ്ണയിക്കണം, എല്ലാം കൃത്യമായിട്ട് അറിയിക്കണം. അതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, റിപ്പോർട്ട് സ്പീച്ച്, ഇനി അതുപോലെ നമ്മൾ ആക്റ്റീവേഴ്സ്, പാസീവേഴ്സ്, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ പറ്റുള്ളൂ. ഇനി അതുപോലെ കളക്റ്റീവ് നൗൺസ്, പ്രിഫിക്സ്, സഫിക്സ്, ഇത് ഞാൻ ഈ ടോപ്പിക്ക് പ്രത്യേകം എടുത്തെടുത്ത് പറയാൻ കാരണം നമ്മൾ ഈ സിലബസ് മിക്കവാറും പേര് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആരെങ്കിലും ഒരു സിലബസ് ഇട്ട് കൊടുക്കും, നോക്കിയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇത് ഒന്ന് എഴുതിയെടുത്ത് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്തുനിന്ന് പഠിച്ചാൽ മതി. കോമ്പൗണ്ട് വേർഡ്സ്, അന്റോണിംസ്, സിനോണിംസ്, അതുപോലെ ഫ്രൈസൽ വെബ്സ്, ഫോറിൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്ഥിരം നമ്മൾ അഡ്ഹോക്ക് മാത്രം പഠിക്കുകയരുത്. അതിനകത്ത് വരാൻ സാധ്യത ലാറ്റിനും ഫ്രഞ്ചും എല്ലാം പഠിച്ച് ക്ലിയർ ആയിട്ടാണ്. അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോഴും ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കുക. അതുപോലെ നമ്മളുടെ സ്പെല്ലിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഇപ്പം ഗ്ലൂക്കോം എന്ന് പറഞ്ഞാൽ ഗ്ലക്കോം എന്ന് പഠിക്കുക. അതുപോലെ നമ്മൾ വാക്കം, VACUEM വാക്കം, ഇത് ഞാൻ റെഗുലറാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഇഡിയംസ്, ശൈലികൾ പഠിക്കണം. ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് പ്രോവർബുകളുടെ ട്രാൻസ്ലേഷനും പഠിക്കണം, അല്ലാതെ ഒറ്റപ്പദങ്ങളുടെ ട്രാൻസ്ലേഷനും ഉണ്ട്. ഇതാണ് ഹൈവേ മാൻ എന്നുള്ളത് പിടിച്ചു പറയുകാരനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പഠിച്ചാൽ മലയാളത്തിലും കിട്ടും, ഇംഗ്ലീഷിലും കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്കുകൾ ഇംഗ്ലീഷായി, നമ്മൾ സിമ്പിൾ മാത്സായി, ഇനി റീസണിംഗ് ആയി, IT എന്നൊരു ടോപ്പിക്കായി, സയൻസായി, ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുണ്ട്, പിന്നെ നമ്മൾ ഹിസ്റ്ററിയും ജോഗ്രഫി, ഇത്രയും ടോപ്പിക്ക് ഞാനിപ്പോൾ ഇതിനകത്തുള്ള ഒരു അടിസ്ഥാനമാണ് പറഞ്ഞത്. ഇനി നമുക്ക് മലയാളികൾക്ക് അറിയില്ലാത്തൊരു മേഖലയാണ് പ്രധാനമായിട്ടും മലയാളമാണ്. കാരണം മലയാളത്തിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് മെയിനായിട്ട് നമ്മൾ ഗ്രാമർ ഇല്ല എന്ന് പറഞ്ഞ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. പദശുദ്ധി, വാക്യശുദ്ധിയുണ്ട്, പരിഭാഷയുണ്ട്, ഒറ്റപ്പദമുണ്ട്, പര്യായമുണ്ട്, വിപരീത പദമുണ്ട്, ശൈലികളുണ്ട്, പഴഞ്ചൊല്ലുകളുണ്ട്, സമാന പദമുണ്ട്. ഇനി അടുത്തത് പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, ഇങ്ങനെയുള്ള ടോപ്പിക്കാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മൾ ഈ പദശുദ്ധി എന്ന് പറയുമ്പോൾ അറിയാം, കൃത്യമായിട്ടും അറിയാം. വാക്യശുദ്ധി എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഇനി അതിൽ പരിഭാഷകൾ കൃത്യമായിട്ട് പരിഭാഷ ചെയ്തിട്ടുള്ള പഠിക്കണം. ഒറ്റപ്പദം എന്നുള്ളത് അത് സ്ഥിരം ചോദ്യമാണ്. മിക്കവാറും ഒരെണ്ണം ഒരു മാർക്ക് ഉറപ്പായിട്ട് കാണും. പര്യായപദങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ദിവസം നിങ്ങൾ ഒരു 5 പര്യായപദം വെച്ച് പഠിക്കുക. 30 ദിവസമാകുമ്പോൾ നമ്മൾ തീർന്നിരിക്കും. പര്യായപദം ഫെമിലിയറായിട്ട് കണ്ടുകൊണ്ടിരിക്കേണ്ടത് മാത്രം പഠിക്കുക. വിപരീത പദം പഠിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ വെറൈറ്റിയും പഠിക്കുക. അതിൽ നമ്മുടെ ശൈലികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഞാൻ ഒരു കാര്യം പറയാണ്, ഏറ്റവും കൂടുതൽ പഠിക്കാൻ എളുപ്പം ശൈലിയാണ്. വായിച്ചിട്ടുണ്ടെങ്കിൽ ശൈലി സുഖമായിട്ട് എഴുതാൻ പറ്റും. അതാണ് എൻ്റെ വേറെ പ്രത്യേകം. വായിച്ചിട്ടുണ്ടെങ്കിൽ ശൈലി ഉറപ്പായിട്ട് എഴുതാം. അപ്പോൾ കൃത്യമായിട്ട് ശൈലി എന്ന് പറഞ്ഞാൽ ഒരുപാട് വായിക്കുക. നിങ്ങൾക്ക് റാങ്ക് ഫയലാണ് ഇരിക്കണമെങ്കിൽ റാങ്ക് ഫയലുള്ള ശൈലി എടുക്കുക. തൊഴിൽവാർത്ത വരുത്തുണ്ടെങ്കിൽ തൊഴിൽവാർത്തയുടെ ശൈലി എടുക്കുക. എല്ലാത്തിനും ശൈലി എടുത്തത് നിങ്ങൾ ഒരുപാട് ശൈലി വായിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലും ഈ ശൈലികൾ വെച്ച് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഇനി പഴഞ്ചൊല്ലുകളും ട്രാൻസ്ലേഷനുണ്ട്. ഇംഗ്ലീഷിലും കിട്ടും പഴഞ്ചൊല്ല്, 2 രീതിയിലും കിട്ടും. പ്രോവർബിൻ്റെ 2 പ്രത്യേകത ഉണ്ട്. നമുക്ക് മലയാളത്തിലും പ്രയോജനം ചെയ്യും, ഇംഗ്ലീഷിലും പ്രയോജനം ചെയ്യും. ഇനി സമാന പദം പഠിക്കും, അതും ഒരു പ്രത്യേകതയാണ്. സമാന പദങ്ങൾ അത് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോണം. പിരിച്ചെഴുതാണ്. കാരണം നമ്മൾ പിരിച്ചെഴുതാനൊക്കെ ഇപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ 12th ലെവലിനുണ്ടായിരുന്നു, പിരിച്ചെഴുതാനുണ്ടായിരുന്നു. അതുപോലെ പുല്ലിംഗം, സ്ത്രീലിംഗം, വചനം, ഇത്രയും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ. ഇനി ഞാൻ മാത്സിനകത്ത് റീസണിങ്ങിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി അടുത്തൊരു ടോപ്പിക്ക് കൂടി പറയുമ്പോൾ നമുക്കിത് ഫുള്ള് സിലബസ് തീരും. അതിനകത്ത് നമ്മുടെ ദിശാബോധമുണ്ട്. ദിശ നമുക്കറിയാം,
നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറയുന്ന 4 ദിശയുണ്ട്. അത് മാത്രമല്ല അതിനകത്ത് കോണളവ് ബേസ് ചോദിക്കുന്നുണ്ട്. ക്ലോക്ക് എന്നുള്ളത് PSCയുടെ റെഗുലർ ചോദ്യം. ക്ലോക്കില്ലാത്തൊരു പരീക്ഷയില്ല. ഇപ്പോഴത്തെ 12th ലെവലിനും 2 ക്ലോക്ക് പരീക്ഷ ഉണ്ടായിരുന്നു. സമയവും കോണളവും അതിനകത്ത് ആ ക്ലോക്കിനകത്ത് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് സമയവും കോണളവും. പ്രതിബിംബം കാണാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഇനി കലണ്ടർ എന്നൊരു ടോപ്പിക്ക്, കലണ്ടർ ഇല്ലാത്ത പരീക്ഷ വളരെ കുറവാണ്. ഞാൻ ഇതിനകത്ത് ഒന്നുകൂടി പറയുമ്പോൾ മനസ്സിലാവും. ഇനി ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള ചോദ്യങ്ങളാണ് ലാസ്റ്റ് നമ്മളിതിനകത്തുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇത് വളരെ നല്ല ഞാനിപ്പോൾ ഇത് എഴുതിയിട്ട് പറയാൻ കാരണം അതിനകത്ത് നമുക്ക് ഈ സിലബസ് നമ്മൾ പഠിക്കേണ്ട പ്രത്യേക സിലബസ് നമ്മൾ ആദ്യം അറിയണം. എന്ത് നമുക്കിപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ഡിഗ്രിയിലോ എക്സാമിന് സിലബസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സിലബസ് കൃത്യമായിട്ട് നമുക്കിതിനകത്ത് തന്നിരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മളിതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി. കാരണം ഇതിനകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതെന്താണെന്ന് നോക്കിയിട്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇതൊരിക്കലും ഒന്ന് കേട്ട് ഒന്ന് എഴുതി എടുത്തിട്ട് ഈ സിലബസ് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും പഠിക്കുന്നിടത്തുനിന്ന് ഒട്ടിച്ച് വയ്ക്കുക. ഇത് കൃത്യമായിട്ട് ഒന്ന് പഠിച്ച് നല്ലതുപോലെ പഠിച്ച് സിലബസ് ആദ്യം മനസ്സിലാക്കിയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ സിലബസ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നാളെ തന്നെ നിങ്ങൾ സിലബസ് ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞ ഒരു ദിവസം 8 മണിക്കൂർ പഠിച്ച് ഇതിനകത്ത് മെയിൻ കോൺസെൻട്രേറ്റ് ആണ് ഞാൻ ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 100% മാർക്ക് കിട്ടുന്ന ടോപ്പിക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്ക്. അതുപോലെ നമ്മുടെ കറണ്ട് അഫേഴ്സിനകത്ത് ഞാൻ പറഞ്ഞ ആ സിസ്റ്റം വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ മാത്സ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം. മാത്സ് 20 ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ 10 മാത്സും 10 റീസണിങ് കാണും, 20 കിട്ടും. IT നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്ക് ശരാശരി മാർക്ക് എന്ന് പറയാം നമുക്കൊരു 80 മാർക്കെങ്കിലും ഇതിനകത്ത് വിൻ ചെയ്യണം. 80 മാർക്കോളം നമുക്ക് വിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇതിനകത്ത് ചില ടോപ്പിക്ക് ഞാനിപ്പോൾ പറയില്ല. നമ്മുടെ ഈ മലയാളത്തിനകത്ത് തന്നെ നമുക്കൊരു 8 മാർക്ക് വരെ നമുക്ക് ആവറേജ് പിടിക്കാൻ പറ്റും. കാരണം അതിനകത്ത് ഗ്രാമർ ഇല്ലാത്തതുകൊണ്ട് പിരിച്ചെഴുതാനൊക്കെ ചില ആൾക്കാർക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ എഴുതി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 8 മാർക്ക് മലയാളം കിട്ടുക. ഇംഗ്ലീഷിനകത്ത് മിക്കവാറും 19-20 ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 10 ആയിരിക്കും. 20 ആണെങ്കിൽ അതും എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 20 ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കാരണം വൊക്കാബുലറി സെക്ഷൻ 10 കാണും. ചിലപ്പം 10 മാർക്ക് ഇംഗ്ലീഷിന് അല്ലാതെയും ഗ്രാമർ ബേസ്ഡ് കാണും. അപ്പോൾ ഗ്രാമർ ബേസ്ഡൊക്കെ പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ പറയുന്ന ടൈം ഒരു ദിവസം 8 മണിക്കൂർ വെച്ച് പഠിച്ചതിനകത്ത് കൃത്യമായിട്ട് ഈ സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ജോലി ഉറപ്പാണ്. ഞാനിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇടുന്നത് ക്ലാസ് ഞാനിതിൻ്റെ റെഗുലറായിട്ട് ക്ലാസ് ഇടും. മെയ് മാസം 22-ാം തീയതി കഴിഞ്ഞ് 23-ാം തീയതി ഞാനിതിനെക്കുറിച്ച് വീണ്ടും ഒരു അവലോകനം നടത്തും. കാരണം ഇത് നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് 100% കിട്ടാതിരിക്കാൻ സാധ്യതയില്ല. 100% ഞാൻ ഉറപ്പിച്ച് പറയാണ് കിട്ടും. നമ്മൾ ചെയ്യേണ്ടത് റാങ്ക് ഫെയിൽ എടുക്കുന്നു, സൈഡ് വാരം പഠിച്ച് വന്ന് ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത് മാത്രം പഠിക്കുക. കാരണം ഇതിനകത്ത് ഇത് തന്നെ ഒരു വലിയ ടോപ്പിക്കാണ്. ഇതിനപ്പുറത്ത് PSCക്ക് 100 ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇത് തന്നെ ഒരു വലിയ ടോപ്പിക്കാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചാൽ 100% ഉറപ്പാണ്. അപ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ക്ലാസ്. ഇന്ന് നമ്മളുടെ സിലബസ് ബേസ്ഡുള്ള ഒരു ക്ലാസ്സാണ് എഴുന്നിട്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് കാണുക. ഇത് അവസാനം വരുന്നത് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ്.